സദ്ഗുരുഭ്യോ നമഃ. വിഗ്രഹേ രാമചന്ദ്രസ്യ വിലയീഭൂതചേതസാ അഹം ബ്രഹ്മേതി വേദാന്ത തത്വബോധസ്വരൂപിണേ വിഭൂതിമാത്രദാനേന സർവാനുഗ്രഹദായിനി ശ്രീനീലകണ്ഠശിഷ്യായ സത്യാനന്ദായ തേ നമഃ. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. സംപൂജ്യനായ അയോധ്യ മണിറാം ദാസ് ഛാവണിയുടെ അധ്യക്ഷനും രാമജന്മഭൂമി ന്യാസ് മഞ്ചിൻ്റെ വർക്കിംഗ് പ്രസിഡന്റും അഖില ഭാരതീയ സന്ത് സമിതിയുടെ വൈസ് പ്രസിഡന്റും എന്നുവേണ്ട ആധ്യാത്മിക രംഗത്ത് നിരവധി മേഖലകളിൽ നേതൃത്വം നൽകുന്ന എനിക്ക് വളരെ പ്രിയപ്പെട്ട പൂജ്യനായ മഹന്ത് ശ്രീ കമൽനയൻ ദാസ് ജി മഹാരാജ്, വെള്ളിമല ആശ്രമത്തിൻ്റെ അധ്യക്ഷനും തമിഴ്നാടിൽ ആധ്യാത്മിക രംഗത്ത് അതുല്യമായ പ്രവർത്തനം, അഭൂതപൂർവമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഹൈന്ദവ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കുന്ന സന്യാസി ശ്രേഷ്ഠനായ ചൈതന്യാനന്ദജി മഹാരാജ്, കേരളത്തിലെ ഹൈന്ദവ നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് നെടുനായകത്വം വഹിക്കുന്ന, പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളോടൊപ്പം നിലയ്ക്കൽ തുടങ്ങിയ നിരവധി കർമ്മരംഗങ്ങളിൽ സമരമുഖത്ത് വളരെ ശക്തമായ നേതൃത്വം നൽകിയ, നമുക്കെന്നും പ്രിയപ്പെട്ട കേരളത്തിലെ ഹൈന്ദവ ജനതയ്ക്ക് അവരോടൊപ്പം ചേർത്തു നിർത്തുന്ന ശ്രീ കുമ്മനം രാജശേഖരൻ അവർകൾ, ഒരു ഗർജിക്കുന്ന സിംഹത്തെ പോലെ ഇന്ന് ഹിന്ദു ഐക്യവേദിയുടെ വർക്കിംഗ് പ്രസിഡന്റായി സമരമുഖങ്ങളിൽ മുന്നണി പടയാളിയായി നിന്നുകൊണ്ട് ശക്തമായ ധീരമായ നേതൃത്വം നൽകി നമ്മുടെയൊക്കെ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുള്ള ശ്രീ വത്സൻ തില്ലങ്കേരി അവർകൾ, യുവജനങ്ങൾക്ക്, പ്രത്യേകിച്ച് ഹൈന്ദവ യുവജനങ്ങൾക്കൊരു ഹരമായ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാധ്യമരംഗത്ത്, അതുപോലെ നിരവധി രംഗങ്ങളിൽ ശ്രദ്ധേയമായ വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീ യുവരാജ് ഗോകുൽ, പ്രിയപ്പെട്ട യുവരാജ് ഗോകുൽ, ഇവിടെ വന്നെത്തിയിരിക്കുന്ന ഗുരുജനങ്ങളെ, അമ്മമാരെ, കുടുംബാംഗങ്ങളെ, ആദ്യമേ തന്നെ എൻ്റെ സർവ്വസങ്കല്പങ്ങളും ഈ പ്രദേശത്തിൻ്റെ എന്നല്ല, നമ്മുടെ ഈ രാജ്യത്തിൻ്റെ മൊത്തം ചൈതന്യത്തിന് സ്രോതസ്സായി നിലകൊള്ളുന്ന ഗുരുസങ്കല്പത്തിൽ പരംപൂജ്യ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെയും ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദകളുടെയും തൃച്ചേവടികളിൽ പുഷ്പങ്ങൾ അർപ്പിച്ചുകൊള്ളട്ടെ. ഇത് എന്നെ സംബന്ധിച്ച് പ്രസംഗത്തിനുള്ള ഒരു വേദിയല്ല, ഗുരുവിൻ്റെ സന്നിധാനമാണ്. അമ്മ പ്രത്യക്ഷയായ
ജ്യോതിസ്വരൂപിണിയായി അമ്മ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾക്ക് പ്രത്യക്ഷയായ ഒരു സ്ഥലമാണ്, പുണ്യഭൂമിയാണ്. അവിടെ നിന്നുകൊണ്ട് ഈ ഗുരുക്കന്മാരുടെ നിറഞ്ഞ സാന്നിധ്യത്തിൽ പറയുവാനുള്ള ശക്തി എനിക്കില്ല. ഇത് നമസ്കരിക്കേണ്ട സ്ഥലമാണ്, ഇത് സമർപ്പണം നടത്തേണ്ടുന്ന സ്ഥലമാണ്. എന്നാലും ഈ വേദിയുടെ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ 2 വാക്കുകൾ സൂചിപ്പിക്കാതിരിക്കുന്നത് അനൗചിത്യമാകുമെന്നുള്ളത് കൊണ്ട് മാത്രം 2 വാക്കുകൾ മാത്രം പറഞ്ഞ് പ്രസംഗിക്കേണ്ടത് ഞാനല്ല, ഇവിടെ വന്നിരിക്കുന്നവരാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി എൻ്റെ വാക്കുകൾ ഉപസംഹരിച്ചു കൊള്ളാം എന്ന് ആദ്യമേ തന്നെ ഉറപ്പു നൽകുകയാണ്. സ്വാമിജി തൃപ്പാദങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് ആരോടും പറയേണ്ട കാര്യമില്ല. എങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് സ്മരിക്കേണ്ടുന്ന ഒരു വേദിയാണ് ഇന്ന് എന്നുള്ളത് കൊണ്ട് എന്തെങ്കിലും പറഞ്ഞേ കഴിയൂ എന്നുള്ള നിർബന്ധിതമായ ഒരു സാഹചര്യമുണ്ട്. പറഞ്ഞാൽ കണ്ണു നിറയുന്ന അനുഭവം മാത്രമാണ് എനിക്കല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത് എന്നെനിക്കറിയാം. അദ്ദേഹം നമ്മുടെ ഗുരുവാണോ, അച്ഛനാണോ, അമ്മയാണോ, കൂട്ടുകാരനാണോ, സതീർത്ഥ്യനാണോ എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ആ രീതികളിലെല്ലാമാണ് അദ്ദേഹം നമ്മോട് പെരുമാറിയിട്ടുള്ളത്. യാതൊരു അകൽച്ചയുമില്ലാതെ എങ്ങനെയാണ് ഒരു ഗുരു ശിഷ്യന്റെ അടുത്ത് പെരുമാറുന്നത്, ഭക്തന്റെ അടുത്ത് പെരുമാറുന്നത് എന്നുള്ളതിൻ്റെ ഉത്തമമായ ഉദാഹരണമാണ് നിങ്ങൾ അനുഭവിച്ച നിങ്ങളുടെയും എന്റെയും ഗുരു എന്ന് ഈ അവസരത്തിൽ സ്മരിക്കാതിരിക്കുവാൻ നിർവാഹമില്ല. സമരമുഖങ്ങളിൽ അദ്ദേഹം ഒരു സിംഹത്തെ പോലെയായിരുന്നു, നരസിംഹത്തെ പോലെയായിരുന്നു. എന്നാൽ ഭക്തജനങ്ങളുടെ മുന്നിൽ ഒരു സേവകനെ പോലെയായിരുന്നു. പണ്ഡിതന്മാരുടെ ഇടയിൽ മഹാപണ്ഡിതനായിരുന്നു. കർഷകരാണ് അദ്ദേഹത്തെ സമീപിക്കുന്നതെങ്കിൽ ഒരു കൃഷിക്കാരനെ പോലെ അദ്ദേഹം സംസാരിക്കുമായിരുന്നു. എന്നാൽ സമരമുഖങ്ങളിൽ നേരത്തെ പറഞ്ഞതുപോലെ ശക്തനായ ഒരു പ്രതിയോഗി എന്നുള്ള നിലയിൽ കേരളത്തിലെ ഹൈന്ദവ ജനത്തെ അനുഭവിച്ച പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണുവാൻ അദ്ദേഹം മുന്നണി പോരാളിയായി പടച്ചട്ടയണിഞ്ഞുകൊണ്ട് തന്നെ മുന്നിൽ നിന്നിരുന്നു എന്നുള്ളത് നമുക്ക് ഇന്നത്തെ യുവജനതയ്ക്കും അതുപോലെ തന്നെ ഇവിടെ വളർന്നു വരുന്ന ഹൈന്ദവ സമൂഹത്തിനും ഒരു മാതൃകയാണ്. എങ്ങനെയായിരിക്കണം ഒരു സന്യാസി? ആത്മനിഷ്ഠയും തപസ്സും കൂടാതെ സമൂഹത്തിലേക്ക് വന്ന് സേവനം ചെയ്യുന്ന ഒരാളല്ല സന്യാസി. അങ്ങനെ ഒരു സന്യാസിക്ക് ഒരിക്കലും തന്നെ ധർമ്മത്തെ കാത്തു സൂക്ഷിക്കുവാനാകില്ല. ധർമ്മനിഷ്ഠ, ആത്മനിഷ്ഠ, ആ നിഷ്ഠ, അതിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ് സന്യാസി ചെയ്യേണ്ടതെന്ന് പഠിപ്പിച്ച ഒരു പാഠമാണ് ഞങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹം ഇവിടെ നടത്തിയ സമരമുഖങ്ങളിൽ പാലുകാച്ചി മലയിലാകട്ടെ, അതുപോലെ തന്നെ കോദണ്ഡരാമ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ചടയമംഗലം ജഡായുമംഗലത്തിലാകട്ടെ, പൂന്തുറയിലാകട്ടെ, എവിടെയോ ആകട്ടെ, അദ്ദേഹത്തിന്റെ നേതൃത്വം നമുക്കൊക്കെ മാതൃകയാണ്. എല്ലാ സന്യാസിമാർക്കും അതൊരു മാതൃകയാണ്, എല്ലാ ഹൈന്ദവർക്കും അത് മാതൃകാപരമാണ്. പല പ്രശ്നങ്ങൾ വന്നപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് അതൊക്കെ നേരിട്ടത് എന്നുള്ളത് നേരിട്ട് ബോധ്യപ്പെട്ടയാളുള്ള എന്നുള്ള നിലയിൽ 1-2 കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം. കൊട്ടിയൂർ പാലുകാച്ചി മലയിൽ രാമവിഗ്രഹവും അതുപോലെ തന്നെ ശിവവിഗ്രഹവും നാഗരുടെ വിഗ്രഹവും ശ്രീ അയ്യപ്പന്റെ വിഗ്രഹവും ഒക്കെ പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് അദ്ദേഹം കൊട്ടിയൂർ മുതൽ കന്യാകുമാരി വരെ യാത്ര ചെയ്തത്. അത് 20-30 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന യാത്രയായിരുന്നു അത്. കൊട്ടിയൂർ പാലുകാച്ചിമല എന്ന് പറയുമ്പോൾ ദക്ഷയാഗം നടന്ന സ്ഥലമാണ്. ശിവനും പാർവതിയും ആ ദക്ഷയാഗത്തിന് പാലുകാച്ചിയ സ്ഥലമാണെന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ ആ രീതിയിൽ നോക്കുമ്പോൾ അവിടെ എത്രത്തോളം പ്രാധാന്യമുള്ള സ്ഥലമാണ്. 16,000 ഏക്കർ ഭൂമി ആക്കൽ തറവാടിന്റെ പേരിൽ ഹിന്ദുക്കൾക്ക്, ഹൈന്ദവ സമൂഹത്തിനുണ്ടായിരുന്നതായിരുന്നു. ദേവസ്വത്തിന്റെ സ്വത്തായിരുന്നു. അതിവിടുത്തെ ഭൂപരിഷ്കരണ നിയമമൊക്കെ വന്നപ്പോൾ, വനനിയമങ്ങൾ മാറി മാറി വന്നപ്പോൾ സർക്കാർ ഏറ്റെടുത്തു. ആ സർക്കാർ ഭൂമിയിൽ കുരിശുകൾ ഉയർന്നു, അവിടെ പള്ളികൾ ഉയർന്നു, ക്ഷേത്രങ്ങൾ തകർന്നു, ഹിന്ദുക്കൾക്ക് അവിടെ പോകാൻ പറ്റാത്ത സാഹചര്യമുണ്ടായി. ആ അവസരത്തിൽ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങൾ ആ മലമുകളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കുകയായിരുന്നു ചെയ്തത്. ഇത് ഹിന്ദുവിന് അവകാശപ്പെട്ട സ്ഥലമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ പുണ്യഭൂമിയിൽ സധൈര്യം അദ്ദേഹം മുന്നോട്ട് പോയപ്പോൾ അതിനെയൊക്കെ ചെറുത്തു നിൽക്കുവാൻ തക്ക രീതിയിലുള്ള പ്രവർത്തനം മറുവശത്ത് കാഴ്ചവെച്ചുകൊണ്ട് അവിടുത്തെ ന്യൂനപക്ഷ വിഭാഗമെന്ന് നമ്മൾ ഇന്ന് പറയുന്ന സംഘടിത വിഭാഗങ്ങൾ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് പല പ്രവർത്തനങ്ങളും കാഴ്ചവെച്ചു. അദ്ദേഹത്തിന് നേരെ പല പ്രവർത്തനങ്ങളും അവർ നടത്തി. പക്ഷേ അദ്ദേഹം അതൊന്നും തന്നെ കൂസാക്കാതെ
വളരെ ധൈര്യത്തോടുകൂടി, ധൈര്യം അദ്ദേഹത്തിന് പറയേണ്ട കാര്യമല്ല, അദ്ദേഹത്തിൽ അലിഞ്ഞു ചേർന്ന കാര്യമാണ്. സന്യാസിയെ സംബന്ധിച്ച് അത് എടുത്തു പറയേണ്ട കാര്യമില്ല. അദ്ദേഹം അവിടെ ചെന്ന് പ്രതിഷ്ഠിച്ചു. പക്ഷേ 6 മാസത്തിനുള്ളിൽ അവിടുത്തെ ക്രൈസ്തവ സഹോദരന്മാർ, സഭകൾ, ചില പ്രത്യേക പാതിരിമാരൊക്കെ കൂടെ ചേർന്നുകൊണ്ട് ആ വിഗ്രഹങ്ങളെ തച്ചുടച്ചു. അവിടുത്തെ വനപാലകർ അതിന് കൂട്ടുനിന്നു. സ്വാമിജി തൃപ്പാദങ്ങൾ ആ വിവരം ഇവിടെ അറിഞ്ഞു. തട്ടിപ്പൊട്ടിച്ചവർ വട്ടായിട്ട് അവിടെ നടക്കുന്ന കാഴ്ച ആ നാട്ടിലുള്ളവരൊക്കെ കണ്ടതാണ്. എന്തായാലും ശരി, ആ ഉടഞ്ഞ വിഗ്രഹങ്ങളും എടുത്തുകൊണ്ട്, രാമസീത ആഞ്ജനേയ വിഗ്രഹമാണ് അതിലൊന്ന്, സീതാദേവിയുടെ കഴുത്താണ്, തലയാണ് അറുക്കപ്പെട്ടത്. അങ്ങനെ കഴുത്തറുക്കപ്പെട്ട തല പോയ ആ സീതാദേവിയുടെ ഛായാചിത്രവും വഹിച്ചുകൊണ്ട് ഭാരതത്തിന്റെ മാതൃത്വം ശിരച്ഛേദം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് ഉറങ്ങിക്കിടക്കുന്ന ഹിന്ദുവിന് അല്പമെങ്കിലും വികാരമുണ്ടെങ്കിൽ, ഭക്തിയുണ്ടെങ്കിൽ അതിനെ ഉണർത്തിയെടുത്ത് ഇവിടെ ഒരു കുടക്കീഴിൽ അവനെ കൊണ്ടുവരുവാനുള്ള പ്രവർത്തനമാണ് സ്വാമിജി അന്ന് ചെയ്തത്. അങ്ങനെ ആ ഉടഞ്ഞ വിഗ്രഹങ്ങളുമായി സ്വാമിജി കന്യാകുമാരിയിലേക്ക് യാത്ര തിരിക്കുകയാണ്. സ്വാമി പ്രതിഷ്ഠയ്ക്ക് പോകുമ്പോൾ അതിനുള്ള അനുവാദം തരില്ല എന്ന് അന്നുണ്ടായിരുന്ന ഒരു മന്ത്രിയുണ്ട്, പേരൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല. ആ സ്വാമിജിയോടൊപ്പം ആദ്യമായി സ്വാമിജി ഒരു മന്ത്രിയുടെ മന്ദിരത്തിൽ പോയത് അന്നായിരുന്നു. അന്നുണ്ടായിരുന്ന ഇടതുപക്ഷത്തിന്റെ മന്ത്രി സ്വാമിജിയോട് പറഞ്ഞു, വനത്തിന്റെ കാര്യത്തിൽ, ഫോറസ്റ്റിന്റെ കാര്യത്തിൽ ഞങ്ങൾ സ്ട്രിക്റ്റ് ആണ് എന്ന്. സ്വാമിജി തിരിച്ചു പറഞ്ഞത്, ഞങ്ങൾ സ്ട്രിക്റ്റ് ആണ് എന്നല്ലേ താങ്കൾ പറഞ്ഞത്? എന്നാൽ ക്ഷേത്ര കാര്യങ്ങളിൽ, ആധ്യാത്മിക കാര്യങ്ങളിൽ, ഹിന്ദുവിന്റെ കാര്യങ്ങളിൽ ഞങ്ങളും സ്ട്രിക്റ്റ് ആണ്. ഇനി നമുക്ക് വി വിൽ മീറ്റ് ഇൻ ദി സ്ട്രീറ്റ്, നമ്മൾ ഇന്ന് നമുക്ക് തെരുവിൽ കാണാം എന്ന് പറഞ്ഞ് എണീക്കടേ പോവാം എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് വരികയാണ് ചെയ്തത്. ഞങ്ങൾ അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്തത്. നമ്മൾ തെരുവിൽ കാണാം എന്നാണ് പറഞ്ഞത്. അങ്ങനെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് സ്വാമിജി പോകുമ്പോൾ ആ യാത്ര ഉടഞ്ഞ വിഗ്രഹങ്ങളും കൊണ്ട് വരികയാണ്. ആ യാത്ര കന്യാകുമാരിയിലേക്ക് എത്തുക, കൊല്ലം ജില്ലയിലേക്ക് എത്തണം. കൊട്ടിയൂരിൽ നിന്ന് ആരംഭിച്ച യാത്രയാണ്. കൊട്ടിയൂരിൽ നിന്ന് ആരംഭിക്കുമ്പോൾ ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് പറഞ്ഞു വരുന്നതിന്. അന്ന് ആന്റണി മന്ത്രിസഭയാണ്. ആന്റണിയുടെ നേതൃത്വത്തിൽ, അല്ലെങ്കിൽ PK വാസുദേവൻ നായരുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള ആന്റണി കൂടെ ചേർന്ന് നിന്ന് നടത്തുന്ന ഒരു ഗവൺമെന്റ് ആയിരുന്നു അത്. ആ സർക്കാർ നിലനിൽക്കുമ്പോഴാണ് ഇങ്ങനെ തച്ചുടച്ചത്. സ്വാമിജി ആ വിഗ്രഹങ്ങളും എടുത്തുകൊണ്ടാണ് കന്യാകുമാരിയിലേക്ക് യാത്രയായത്. ആദ്യം കൊട്ടിയൂരിൽ വെച്ച് സ്വാമി പ്രസംഗിച്ചു. സ്വാമി പ്രഖ്യാപിച്ചു, ഈ യാത്ര കൊല്ലം ജില്ലയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് കടക്കണമെങ്കിൽ, ഞാൻ തിരുവനന്തപുരം ജില്ലയിലേക്ക് കാലുകുത്തണമെങ്കിൽ ഇന്ന് നിലനിൽക്കുന്ന മന്ത്രിസഭ നിലം പതിച്ചതായി കേൾക്കണം, ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരില്ല. ഇങ്ങനെയാണ് പ്രഖ്യാപിച്ചത്. അന്ന് സ്വാമിജിയോടൊപ്പം പ്രവർത്തിച്ച, കൂടെ കടന്നു വന്ന ആളുകൾ എല്ലാവരും പറഞ്ഞു, സ്വാമിജി എന്തു ചെയ്യും? ഒരു മന്ത്രിസഭ നിലം പതിക്കുവാനുള്ള സാഹചര്യങ്ങളൊന്നും തന്നെ നിലനിൽക്കുന്നില്ല. യാതൊരു പൊളിറ്റിക്കൽ പ്രോബ്ലംസും അവിടെ നിലനിൽക്കുന്നില്ല. പക്ഷേ സ്വാമിജി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, എന്താ ചെയ്യുക? നിലം പതിച്ചില്ലെങ്കിൽ അത് നമുക്കൊരു ദുഷ്പേരല്ലേ? സ്വാമിജി പറഞ്ഞു, അവിടെ ചെന്നിട്ട് കാണാൻ പോകുന്ന പൂരമല്ലേ, അത് പറഞ്ഞറിയിക്കണ്ടല്ലോ. സ്വാമിജി അവിടെ മുതൽ പല ദിവസങ്ങളിലും പല വേദികളിലും ഇത് ആവർത്തിച്ച് പ്രഖ്യാപിച്ചു, ഞാൻ കൊല്ലം ജില്ലയിൽ നിന്ന് തിരുവനന്തപുരം ജില്ലയിലേക്ക് കാലുകുത്തണമെങ്കിൽ ഇന്നു നിലനിൽക്കുന്ന PKV മന്ത്രിസഭ നിലം പതിച്ചതായി കേൾക്കണം എന്ന്. ആലപ്പുഴ വരെ എത്തിയിട്ടും ഒരു പ്രശ്നവും ഉണ്ടായില്ല. നിലം പതിക്കുന്ന യാതൊരു സാഹചര്യങ്ങളുമില്ല. കൊല്ലം ജില്ലയിലും എത്തി. കൊല്ലം ജില്ലയിൽ അവസാനത്തെ സമ്മേളനം. ആ സമ്മേളനത്തിൽ സ്വാമിജി ഒന്നും മിണ്ടിയില്ല. അപ്പൊ ആളുകളൊക്കെ വിചാരിച്ചു, എന്തായാലും സ്വാമിജി നാളെ തിരുവനന്തപുരത്തേക്ക് വരും. ഇന്നൊന്നും മിണ്ടിയില്ലല്ലോ. പക്ഷേ അടുത്ത ദിവസം രാവിലെ പത്രം നോക്കുമ്പോഴാണ് PK വാസുദേവൻ, അല്ലെങ്കിൽ PKV മന്ത്രിസഭ നിലം പതിച്ചു എന്നുള്ള വാർത്ത കാണുന്നത്. അന്ന് ഇന്നത്തെ പോലെ ടെലിവിഷൻ ഒന്നുള്ള കാലഘട്ടമല്ല, നമ്മൾ ആലോചിക്കണം. അപ്പൊ PKV മന്ത്രിസഭ നിലം പതിച്ചു എന്നുള്ള വാർത്ത കേട്ടിട്ടാണ് അന്ന് ജനങ്ങൾ ഉണരുന്നത്. അത് കണ്ടുകൊണ്ടാണ് അന്നത്തെ ദിവസം ആരംഭിക്കുന്നത്. ഇതാണ് സന്യാസി. സങ്കല്പത്തിന് എങ്ങനെയാണ് ഫലമുണ്ടാകുന്നത്? പറഞ്ഞ വാക്ക് എങ്ങനെയാണ് ഫലിക്കുന്നത്? ഒരു വാക്കുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഒരു മന്ത്രിസഭ നിലം പതിക്കുന്നത്? ഒരു സങ്കല്പം കൊണ്ട് എങ്ങനെയാണ് അത് സംഭവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഈ നാട്ടിൽ? അവിടെ സന്യാസി എന്ന് പറയുമ്പോൾ എന്താണ് ഇവരൊക്കെ ധരിച്ചിരിക്കുന്നത്? നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ സന്യാസത്തിനും തപസ്സിനും ശക്തിയുണ്ട് എന്ന് മാതൃക കാണിച്ച, സ്വന്തം അനുഭവത്തിലൂടെ തെളിയിച്ച ഒരു സന്യാസിയുടെ നവതിയാണ് നമ്മൾ ഇന്ന് ആചരിക്കുന്നത്. 90ാമത്തെ വർഷം. സന്യാസിക്ക് വയസ്സൊന്നുമില്ല, വർഷത്തിന്റെ പരിമിതിയൊന്നുമില്ല.
അദ്ദേഹം ഇപ്പോഴും ഉണ്ട്. ശരീരത്തിൽ മാത്രം നിലനിന്നുകൊണ്ട് പ്രവർത്തിക്കുവാനുള്ള പരിമിതിയൊന്നും സന്യാസിക്കില്ല. ശരീരത്തിൽ ഇരിക്കുമ്പോഴും ശരീരത്തിൽ കൊണ്ട് മാത്രമല്ലേ അദ്ദേഹം പ്രവർത്തിച്ചത്. അദ്ദേഹം ശരീരത്തിന്റെ പരിമിതികളൊന്നും തന്നെ ബാധകമാകാത്ത, നമ്മളൊക്കെ ഇംഗ്ലീഷിൽ 3D എന്നൊക്കെ പറയും, ത്രിമാനം, ആ 3Dയുടെ അവസ്ഥയൊക്കെ കടന്ന, അല്ലെങ്കിൽ സമാധി അവസ്ഥകളൊക്കെ അങ്ങേയറ്റത്തെ അവസ്ഥയിൽ എത്തിച്ചേർന്ന മഹാത്മാവായിരുന്നു എന്നുള്ളത് ഒരുപക്ഷെ അറിയുന്നവർക്കൊക്കെ അറിയാം. അവരെ സംബന്ധിച്ച് പാസ്റ്റും ഫ്യൂച്ചറും ഒന്നുമില്ല, എല്ലാം പ്രസന്റ് ആണ്. ഒരു 5000 കൊല്ലം കഴിഞ്ഞാൽ എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ എന്താണ് സംഭവിച്ചത് എന്ന് പറയുന്നതിന് കണ്ണടച്ച് ധ്യാനിക്കേണ്ട ആവശ്യം പോലും അവർക്കില്ല. അങ്ങനെ ഇൻഡിവിജ്വൽ അവയർനെസ്സിൽ നിന്ന് കോസ്മിക് അവയർനെസ്സിലേക്ക്, അല്ലെങ്കിൽ വ്യക്തിയുടെ ഒരു ബോധമണ്ഡലത്തിൽ നിന്ന് ഈ പ്രപഞ്ചത്തിന്റെ ബോധമണ്ഡലത്തിലേക്ക് ആധ്യാത്മികമായ തപസ് കൊണ്ട് വളർന്നെത്തിയ ആചാര്യനായിരുന്നു ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങൾ. അത്തരത്തിലുള്ള സന്യാസിമാരുടെ നേതൃത്വം നമുക്ക് ഇന്ന് ഉണ്ടോ എന്ന് ചോദിച്ചാൽ വിരളമായിട്ടുണ്ടാകാം, അതെനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും അത്തരത്തിൽ ഒരു മാതൃക കാണിച്ച മഹാപുരുഷന്റെ അവതാര ജയന്തിയാണ്, അല്ലെങ്കിൽ 90ാമത് നവതിയാണ് നമ്മളിവിടെ കൊണ്ടാടുന്നത്. അത് പല വ്യക്തികൾക്കും ഒരുപക്ഷെ സ്വകാര്യമായ അനുഭവങ്ങളിൽ ഒതുങ്ങുന്ന ധാരാളം കാര്യങ്ങളുണ്ടാകും. ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളൊന്നും തന്നെ പുറത്തു പറയുവാൻ നമ്മുടെ ഭക്തന്മാർ തയ്യാറാകാത്തതിന്റെ പ്രശ്നങ്ങളാണ് പലപ്പോഴും ഉള്ളത്. സ്വാമിജി ഒരു വർഗീയവാദി എന്ന് വിളിക്കുന്ന ആളുകൾ, ഹിന്ദുവിന്റെ നേതാവ് എന്ന് വിളിക്കുന്ന ആളുകൾ, അതുമല്ലെങ്കിൽ എന്താണ് ഫയർ ബ്രാൻഡ്, എന്താണ് തീപ്പൊരി പ്രസംഗം എന്ന് പറയുന്ന ആളുകൾ, ഇതൊന്നുമല്ല സ്വാമിജി. സ്വാമിജി ഗുരുനാഥൻ എന്ന് പറയുന്നത് ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വര, ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ എന്നുള്ള നിലയിൽ വിഷ്ണുവിന്റെയും ശിവന്റെയും ഒക്കെ അവസ്ഥയും കഴിഞ്ഞ് സാക്ഷാത് പരം ബ്രഹ്മം എന്ന് പറയുന്ന പരമ നിർഗുണമായ ഒരവസ്ഥയിലേക്ക് മനുഷ്യനായി ജനിച്ച് ഈശ്വരനായി തീർന്ന ഒരു മഹാപുരുഷനായിരുന്നു, അവതാര പുരുഷനായിരുന്നു ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി എന്ന് പറയുവാൻ യാതൊരു മടിയും എനിക്കില്ല. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ യാതൊരു മടിയുമില്ല. സ്വന്തം ഗുരുവിനെ പറ്റി ഘോരഘോരം പ്രസംഗിച്ചാൽ ഗുരു വലുതാവും എന്നൊന്നും എനിക്ക് വിചാരമില്ല. ചെറുതാക്കിയാൽ ചെറുതാകുന്നതുമല്ല. അതുകൊണ്ടാണ് അതിനെ ഗുരു എന്ന് പറയുന്നത്. ഗുരു എന്ന് പറഞ്ഞാൽ വലുതാണ്, ലഘു എന്ന് പറഞ്ഞാൽ ചെറുതാണ്. ആർക്കും വലുതാക്കാനും ചെറുതാക്കാനും പറ്റാത്ത അതിമഹത്തായ ഒരു സങ്കല്പമാണ് ഗുരുവിൻ്റെത്. അനുസരിക്കുവാൻ മാത്രം ബാധ്യതയുള്ളവരാണ് ഭക്തജനങ്ങളും ശിഷ്യന്മാരും. നമ്മൾ എത്ര പേർ അത് അനുസരിക്കുന്നു എന്നുള്ളതിനെ ആസ്പദമാക്കിയിരിക്കും. സ്വാമിജി അവസാനം പറഞ്ഞത്, എന്നെ വിളിച്ചു പറഞ്ഞു, എടേ നീ ഇവിടെ എത്ര പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ടാകും? ഞാൻ പറഞ്ഞു എനിക്ക് കണക്കില്ല. ഒരു 2000 ആയിട്ടുണ്ടാകുമോ എന്ന് ചോദിച്ചു. 2002 എന്ന് ഓർക്കണം. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല. ഞാൻ എന്തായാലും ഒരു 3000 പ്രസംഗങ്ങളെങ്കിലും ചെയ്തിട്ടുണ്ടാകും ഈ കേരളത്തിൽ. ഇനി ഇവിടെ ഇല്ലടേ, ഇനി ഇവിടെ പ്രസംഗിക്കുന്നില്ല. പറയേണ്ടതും അതിനപ്പുറവും പറഞ്ഞു കഴിഞ്ഞു. ഇനി ഈ കേരളത്തിൽ ഒരു 18 കൊല്ലം കഴിയുമ്പോൾ മാത്രമേ ഞാൻ പറഞ്ഞതെന്ത് എന്ന് ഇവിടുത്തെ ഹൈന്ദവ സമൂഹം മനസ്സിലാക്കൂ. നീയും നിർത്തിക്കോ. വേണ്ട, ഞാനിതാ നിർത്തിക്കഴിഞ്ഞു. അന്ന് മുതൽ ഞാനും കേരളത്തിൽ പ്രസംഗിച്ചിട്ടില്ല. സ്വാമിജിയെ വിളിച്ചാൽ സ്വാമിജി പോകും, വിളക്ക് കൊളുത്തും പോകും എന്നുള്ളതല്ലാതെ ആ വാക്ക് സ്വാമിജി പാലിച്ചു. അതിപ്പോൾ 18 കൊല്ലം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് സ്വാമിജി ആരായിരുന്നു എന്ന് ചിന്തിക്കുവാനുള്ള സാഹചര്യം നമ്മുടെ സമൂഹത്തിലുണ്ട്. ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അറിയാതെ ചിന്തിച്ചു പോകുന്നവർ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ആയിരക്കണക്കിനാണ്, 10000കണക്കിനാണ്. കാരണം ആ നേതൃത്വത്തിന്റെ ഗുണം അനുഭവിച്ചവരാണ് നമ്മൾ. അതിന്റെ ഫലം ഇന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ അതൊക്കെ ആ നേതൃത്വത്തിന്റെ 1000-ലൊന്ന് മാത്രമാണ് നമ്മൾ അറിയുന്നത് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. എന്തായാലും ശരീരമില്ലാതെ പ്രവർത്തിക്കുവാൻ, ശരീരം എന്ന് പറഞ്ഞാൽ ഭൗതിക ശരീരമില്ലാതെ പ്രവർത്തിക്കുവാൻ ഗുരുക്കന്മാർക്ക് കഴിയും. അദ്ദേഹം പറഞ്ഞത് ഒരു 500 വർഷത്തേക്കാണ് ഈ പ്രസ്ഥാനം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. വരുന്ന 500 വർഷം ആകുമ്പോൾ ഇവിടുത്തെ ഹൈന്ദവൻ എങ്ങനെ ഇരിക്കണം, അത് ഹിന്ദുവിന് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും, അതെങ്ങനെയൊക്കെയാണ് തരണം ചെയ്യേണ്ടത്, അങ്ങനെ സമഗ്രമായ ഹിന്ദുവിന്റെ വികസനത്തിന്, ഹിന്ദുവിന്റെ വളർച്ചയ്ക്ക്, ഹിന്ദുവിന്റെ പരിണാമ പ്രക്രിയയ്ക്ക് ഉപോത്ബലകമായി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് വളരെ നിഷ്ഠയോടുകൂടി അദ്ദേഹം പറയുകയും എഴുതി വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. സാമ്പത്തികമായി ഹിന്ദു എങ്ങനെ വളരണം, സാംസ്കാരികമായി എങ്ങനെ ഉയരണം, അതുപോലെ തന്നെ ആധ്യാത്മികമായി എങ്ങനെ വളർച്ച കൈവരിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി അദ്ദേഹം പ്രഖ്യാപിക്കുകയും ആ നിർദ്ദേശങ്ങൾ സമൂഹത്തിന് നൽകുകയും ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളെ ഓർമ്മിപ്പിക്കുക എന്നുള്ളതാണ്
എന്റെയും എന്നെപ്പോലുള്ളവരുടെയും ഒക്കെ ലക്ഷ്യം, ഉദ്ദേശ്യം. അത് മാത്രമേ നമുക്കിനി ചെയ്യാനുള്ളൂ. അത് ചെയ്യുന്നത് തന്നെയാണ് എന്നെ സംബന്ധിച്ച് തപസ്, അത് ചെയ്യുന്നത് തന്നെയാണ് എന്നെ സംബന്ധിച്ച് പൂജ. ഗുരുവാക്ക് എന്താണ് എന്ന് ചിന്തിച്ചുകൊണ്ട് അത് പ്രവർത്തിക്കുകയും പ്രവർത്തിപ്പിക്കുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ശ്രീരാമദാസ മിഷന്റെ ഉദ്യമം. അതിനുവേണ്ടി ആണ് ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ, ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ നമുക്ക് പ്രയോജനപ്പെടേണ്ടത്. യുവാക്കൾ ഒരുമിക്കേണ്ടതുണ്ട്, സ്ത്രീകൾ, അമ്മമാർ ഒരുമിക്കേണ്ടതുണ്ട്, വൃദ്ധന്മാർ ഒരുമിക്കേണ്ടതുണ്ട്. നമ്മുടെ ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് നമ്മൾ മാറി വരേണ്ടതുണ്ട്. ഇന്ന് നിലനിൽക്കുന്ന വെല്ലുവിളികളെ തരണം ചെയ്യുവാൻ നായരായും ഈഴവനായും ഉറവനായും പറയനായും മാറി നിന്നുകൊണ്ട്, അകന്നു നിന്നുകൊണ്ട് നമ്മൾ മത്സരിക്കരുത്. ഇത് സ്വാമിജിയുടെ സങ്കല്പമാണ്. ഹിന്ദു ഐക്യവേദി എന്നുള്ള പ്രസ്ഥാനത്തിന് സ്വാമിജി രൂപം കൊടുത്തതും നേതൃത്വം കൊടുത്തതും ഇവിടുത്തെ നായരും ഈഴവനും തമ്മിലടിക്കാനല്ല. ഇവിടെ രാജ്യം ഭരിക്കുന്ന പാർട്ടികളെ പ്രീണിപ്പിച്ചുകൊണ്ട് സ്വന്തം സമുദായത്തിൽ നിലനിൽക്കുന്നവരെ അടിമകളാക്കി മുന്നോട്ട് പോകാം എന്നുള്ള ചിന്ത വളർത്തുവാൻ വേണ്ടിയല്ല അദ്ദേഹം ഹിന്ദു ഐക്യവേദി എന്നുള്ള പ്രസ്ഥാനത്തെ കണ്ടത്. അതിനുവേണ്ടിയല്ല അദ്ദേഹത്തിന്റെ തപസ് അദ്ദേഹം ഉപയോഗിച്ചത്. ഇന്ന് നാം ഇവിടെ എന്തൊക്കെയാണ് കാണുന്നത്? ഇവിടുത്തെ വോട്ടിന്റെ രാഷ്ട്രീയത്തിന് വേണ്ടി കൂട്ടുപിടിച്ചുകൊണ്ട്, സ്വാർത്ഥമായ കാര്യങ്ങളുടെ ലാഭത്തിന് വേണ്ടി ഇവിടെ ഭരിക്കുന്ന നിരീശ്വരവാദികളെ പോലും കൂട്ടുപിടിച്ച് നമ്മുടെ ക്ഷേത്രങ്ങളും ക്ഷേത്ര സങ്കല്പങ്ങളെയും വ്യഭിചരിക്കുന്ന, തകർക്കുന്ന, നമ്മുടെ വിശ്വാസികളെ വെല്ലുവിളിക്കുന്ന, അവരെ ജയിലിലാക്കുന്ന, അവരുടെ പേരിൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന ഇത്തരത്തിലുള്ള അവിശ്വാസികളെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? ഇവിടുത്തെ ജാതീയമായ സിദ്ധാന്തത്തിന്റെ കടിഞ്ഞാണ് പിടിച്ചുകൊണ്ട് കസേരയിൽ ഇരിക്കുന്നവർ. ഇതിന് മറുപടി കൊടുക്കേണ്ടത് നമ്മളാണ്. ഇതൊന്നും മത്സരം വളർത്തുവാൻ വേണ്ടി ഞാൻ പറയുന്നതല്ല. വളരെ വേദനയോടുകൂടി ഇവിടെ സംസ്കാരമില്ലാതെ ഓരോ സമുദായത്തിന്റെയും മുകളിൽ ഇരുന്നു കൊണ്ട് നേതൃത്വം കൊടുക്കുമ്പോൾ നമ്മുടെ അണികൾ എങ്ങനെയാണ് വളരേണ്ടത്? അവരുടെ മക്കൾക്ക് നാളെ എന്താകും ഗതി, നാളെ ഈ തലമുറയ്ക്ക് എന്താകും ഗതി എന്ന് ചിന്തിക്കുവാനുള്ള ഉത്തരവാദിത്വം ഓരോ സമുദായ നേതാവിനുമുണ്ട്, ഓരോ സംഘടനാ നേതാവിനുമുണ്ട്. അതിവിടുത്തെ എല്ലാ സമുദായ നേതാക്കന്മാരും മനസ്സിലാക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ഉണ്ടാകുന്ന തിരിച്ചടിക്ക് നിങ്ങൾക്ക് സമാധാനം പറയുവാൻ ഒക്കില്ല. എന്നും ഇവിടുത്തെ ഹിന്ദുവിനെ വിഡ്ഢിയാക്കി, മണ്ടനാക്കി, അവനെയൊക്കെ അടിമകളാക്കി നിലനിർത്തി അധികാരം സൂക്ഷിക്കുവാൻ കഴിയുമെന്നാണ് നിങ്ങളുടെയൊക്കെ വിചാരമെങ്കിൽ അത് നടപ്പാകില്ല എന്നുള്ളത് ഇന്നിവിടുത്തെ ഹിന്ദു മനസ്സിലാക്കി കഴിഞ്ഞു. ക്ഷേത്രങ്ങളിൽ കൊള്ളയും അതുപോലെ തന്നെ കള്ളത്തരവും നടക്കുന്നു. പ്രത്യേകം ഞാൻ അതിനൊന്നും പറയുന്നില്ല, നിങ്ങൾക്കൊക്കെ അറിയാം. എന്തായാലും ഗുരുത്വം നിലനിർത്തി, ഗുരുവാരെന്ന് മനസ്സിലാക്കി, ആധ്യാത്മികമായ ചിന്തയോടുകൂടി അനന്തര തലമുറയെ നേർവഴിക്ക് നയിക്കുവാൻ പ്രതിജ്ഞാബദ്ധതയോടുകൂടി നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയട്ടെ. അതിന് ഗുരു ശരീരത്തിൽ ഇരുന്നപ്പോൾ, ശരീരത്തോടു കൂടി ഇരുന്നപ്പോൾ എന്തൊക്കെ ചിന്തിച്ചുവോ, എന്തൊക്കെ പറഞ്ഞുവോ, എന്തൊക്കെ പ്രവർത്തിച്ചുവോ, അതിന്റെ പിന്നാലെ അതിനെ ഫോളോ ചെയ്യുവാൻ, പിന്തുടരുവാൻ, അത് നമ്മുടെ ജീവിത വ്രതമായി അനുഷ്ഠിക്കുവാൻ, അത് ഏറ്റെടുത്ത് ഏത് ത്യാഗപൂർവമായ ഒരു ലക്ഷ്യത്തിലേക്ക് നാം തന്നെ നയിക്കുവാൻ തക്ക രീതിയിൽ നാം മാനസികമായി തയ്യാറാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട്, അധികം സംസാരിക്കുന്ന ഔചിത്യമല്ല എന്ന് നേരത്തെ പറഞ്ഞു, എന്നാലും പറയാതിരിക്കുവാൻ നിർവാഹമില്ലാതെ കൊണ്ട് ഇത്രയും പറഞ്ഞുപോയി എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ വന്നിരിക്കുന്ന അതിഥികളെ മാനിക്കേണ്ട അത്യാവശ്യമുണ്ട്. സ്വാമിജി महाराज अयोध्या से आया है. महाराज अयोध्या राम जन्मभूमि न्यास मंच के अध्यक्ष है. वो मणिराम दास छावनी के अध्यक्ष है. महाराज ने बहुत कुछ किया है और आंदोलन किया है, आंदोलन के लिए नेतृत्व दे दिया है. इसीलिए हमारा रथ यात्रा, श्री राम रथ यात्रा, राम राज्य रथ यात्रा जब अयोध्या से निकला है रामेश्वरम के लिए, स्वामी जी ने उसका उद्घाटन किया है. उनका नेतृत्व में हमको सब कुछ करने के लिए ताकत मिला है. और अयोध्या से हम नेपाल गया है, नेपाल से कश्मीर, कश्मीर से फिर कन्याकुमारी, कन्याकुमारी से वापस बंगाल, बंगाल से और अयोध्या. वो टाइम में उधर अश्वमेध के लिए याग हमने किया. वो याग में भी उन्होंने सब कुछ दे दिया, उनका सहयोग हमको मिला है. इसीलिए हम दिल से महाराज को धन्यवाद देते हैं. मेरा കൃതജ്ഞത പറയുകയാണ് അദ്ദേഹത്തിന്. കാരണം അദ്ദേഹം ചെയ്ത ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, ശ്രീരാമദാസ മിഷന്റെ പ്രവർത്തനങ്ങൾക്ക് എന്നും ഒരു മുതൽക്കൂട്ടായിരുന്നു അദ്ദേഹത്തിന്റെ നേതൃത്വം. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സാന്നിധ്യം, उनका सानिध्य हमारे लिए सब कुछ है. इसीलिए हम उनको प्रणाम करता हूँ, मैं प्रणाम करता हूँ. अभी हिंदी കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ.
അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിനോട് എന്തെന്നില്ലാത്ത കൃതജ്ഞതയുണ്ട്. ഇവിടെ വന്നെത്തിയ ഓരോരുത്തരോടും അങ്ങേയറ്റത്തെ കൃതജ്ഞതയുണ്ട്. നിങ്ങൾ എല്ലാവരും ചേർന്ന് ഈ മഹാസങ്കല്പം ധന്യമാക്കുവാൻ വേണ്ടി ഇവിടെ എത്തി. നിങ്ങൾക്ക് എല്ലാവർക്കും ഭഗവാൻ, ഈശ്വരൻ, ഗുരു എല്ലാ അനുഗ്രഹവും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഗുരുപാദങ്ങളിൽ ഉപസംഹരിക്കുന്നു. ജയ് സിയാറാം.